നമുക്ക് പന്തളത്തേക്കൊന്ന് പോകണം. പന്തളം കൊട്ടാരത്തിൽ അയ്യപ്പധർമ്മത്തിന്റെ കാലിക പ്രസക്തി എന്ന വിഷയത്തിൽ ചർച്ച നടക്കുകയാണ്. രാഷ്ട്രീയ സ്വയം സേവക് സംഘ് വിശേഷാൽ സമ്പർക്ക് പ്രമുഖ് എ ജയകുമാർ, ശബരിമല കർമ്മസമിതി കൺവീനർ SJR കുമാർ, പ്രശാന്ത് IAS, പന്തളം കൊട്ടാരം പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കുന്നു. സാമൂഹ്യ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കരാണ് ചർച്ച നയിക്കുന്നത്. തത്സമയം അതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. അപ്പോൾ അത്തരം ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കാം. കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിട്ട് നമ്മുടെ കേരളത്തിനെ ആസ്പദമാക്കിക്കൊണ്ട് ഇന്ന് വിവാദമായിരിക്കുന്ന പല വിഷയങ്ങളുണ്ടെങ്കിലും അതിൻ്റെ പോസിറ്റീവായിട്ട് എങ്ങനെയാണ് ധാർമ്മികമായ ഒരു സമൂഹത്തെ നമുക്ക് വളർത്തിയെടുക്കുവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യാൻ സാധിക്കും, സമൂഹത്തെ എങ്ങനെ നമുക്ക് അതിലേക്ക് ആ വഴിയിലേക്ക് നയിക്കുവാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ പരിശ്രമിക്കാം. ഏതായാലും വളരെ അഭിമാനത്തോടു കൂടിയിട്ട് സ്വാതന്ത്ര്യത്തിൻ്റെ 100-ാം വർഷത്തിൽ ഭാരതം ഒരു സമ്പന്ന രാഷ്ട്രമായി, ഒരു സെൽഫ് റിലയൻ്റ് ആയിട്ടുള്ള ഒരു നേഷനായി മാറുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് നാം ഒക്കെ പ്രവർത്തിക്കുകയാണ്. അടുത്ത 25 വർഷത്തെ ടാർഗറ്റ് ഇട്ടിട്ടാണ് നാം എല്ലാം പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവിടെ ധാർമ്മികതയുടെ വശമുണ്ട്, മൂല്യങ്ങളുടെ വശമുണ്ട്, അതുപോലെ തന്നെ നാം എടുക്കുന്ന സദാചാരങ്ങളുടെ വശമുണ്ട്. അപ്പോൾ ഇതിനൊന്നും മൂല്യശോഷണം വരാതെ ഒരു ധാർമ്മികമായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഒരു ആശയമാണ് ഇത്. ഉരുത്തിരിങ്ങൽ വന്നാൽ നന്നായിരിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നമസ്കാരം. ആധ്യാത്മികത ഇന്നൊരു വളരെ വലിയ ആവശ്യമായിട്ടുള്ള സംഗതി തന്നെയാണ്. അതില്ലാതെ നിലനിൽപ്പില്ല. ആദ്യകാലത്ത് ഒരുപക്ഷെ എക്കണോമിക് വളരെ പൂറായിരുന്നൊരു കാലത്ത് നമുക്ക് ഭക്ഷണം, പാർപ്പിടം ഇങ്ങനൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന കാലം വിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ആധ്യാത്മികത വളരെ ആവശ്യമായിട്ടുള്ള ജീവിതത്തിൽ ആവശ്യമായിട്ടിരിക്കുന്ന സംഗതിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഹിന്ദുക്കൾക്ക് ഹിന്ദുവായിരിക്കുന്നത് ക്ഷേത്രത്തിൽ പോകുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതിൽ കൂടിയാണ് ഹിന്ദുത്വം നിലനിൽക്കുന്നത്. വാസ്തവത്തിൽ മറ്റൊരു ആചാരങ്ങളും ഒരു കാലത്ത് ഓരോരോ ജാതികൾക്കുണ്ടോ ഒക്കെ ആയിട്ട് പല സംഗതികളും വച്ചിരുന്നതെന്നൊക്കെ വിട്ടുപോയി. ഇന്നിപ്പോൾ ജനറലായിട്ട് ഹിന്ദു എന്നുള്ള ഒരു ലേബലിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. പക്ഷേ ആ ഹിന്ദുത്വം നിലനിൽക്കുന്നത് ക്ഷേത്രം കേന്ദ്രീകരിച്ചാണ്. ഈ ക്ഷേത്രങ്ങളുടെ ഇതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ അടുത്ത കാലത്ത് ഏറ്റവും വളരെ വലിയ ദുരിതങ്ങൾ നമ്മൾ വന്ന് കാണുന്നത്. മൂല്യശോഷണം വളരെയധികം എല്ലാ കാലത്തും അഡ്മിനിസ്ട്രേറ്റീവായിട്ടും അഥവാ താന്ത്രികമായിട്ടുള്ള സംഗതികൾക്കുമൊക്കെ പല വെല്ലുവിളികളുണ്ട്, മൂല്യശോഷണങ്ങളുണ്ട്. ഇന്നിപ്പോൾ അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് പറയുന്നത്. ശബരിമല ആയിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. ആ ശബരിമല ക്ഷേത്രത്തിൻ്റെ കോടാനകോടി ജനങ്ങൾ വിശ്വസിക്കുന്ന അയ്യപ്പൻ്റെ പ്രധാനാചാര്യൻ മുതൽക്കുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ബുദ്ധിമുട്ടിലാണ്. അതിന് നമുക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. ഇവിടെ എല്ലാവരും ആശങ്കയിലാണ്. ഇതെന്താണ് സംഭവിക്കുന്നതെന്നറിയില്ല. ഒരു തന്ത്രി എന്നുള്ള നിലയ്ക്ക് ഞാനും ഒരു തന്ത്രിയാണ്. ആ തന്ത്രി എന്നുള്ള നിലയ്ക്ക് എനിക്ക് അനവധി ക്ഷേത്രങ്ങളുടെ കാര്യങ്ങൾ, ഇതുപോലെയുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അവിടെയൊക്കെ ഒരിക്കലും ഒരു രേഖാമൂലമായിട്ടുള്ള എഴുതി കൊടുക്കുക അങ്ങനെയൊന്നും വേണ്ടതായിട്ട് ഇത്ര കാലം തോന്നിയിട്ടില്ല. അവിടെ സാമാന്യേന അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ നമ്മളൊന്നും ഇടപെടേണ്ട കാര്യമില്ല. അഭിപ്രായം ചോദിക്കും, അതിനുള്ള മറുപടി പറയും. അനുജ്ഞ എന്ന് പറയുന്നത് ഇപ്പോൾ അത് വളരെ റോങ് ആയിട്ടാണ് ഇൻ്റർപ്രറ്റ് ചെയ്തിരിക്കുന്നത്. അനുജ്ഞ, തന്ത്രിയുടെ അനുജ്ഞ എന്നൊന്നുമില്ല. അവിടെ അനുജ്ഞയുള്ളത് ദേവൻ്റെ അനുജ്ഞയാണ്. ദേവൻ്റെ അനുജ്ഞയ്ക്കായിട്ട് തന്ത്രി മുഖേന ചോദിക്കുകയാണ്. ജനപദങ്ങളും ഊരാൺമക്കാരും കമ്മിറ്റിക്കാരോ ആരൊക്കെയാണെന്ന് വെച്ചാൽ അത് ചോദിക്കുക എന്നുള്ളതാണ്. അതിന് തന്ത്രിയാണ് അതിനെ പ്രധാനമായിട്ട് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾ എന്നുള്ളത് മാത്രമേ. തന്ത്രി അനുജ്ഞ നൽകുന്നില്ല. തന്ത്രിയല്ല അനുജ്ഞ നൽകുന്നത്. അതൊരു വളരെ റോങ് ആയിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷനാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളിലും ഒക്കെ കണ്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു അനുജ്ഞ ഞാനും പല ക്ഷേത്രങ്ങളിലും ഞാനും അനുജ്ഞ കൊടുത്തിട്ടുണ്ട്. ഇതേവരെ ഞാൻ റിട്ടേൺ ആയിട്ട് കൊടുത്തിട്ടില്ല. അത് അതിൻ്റെ ചടങ്ങെന്താണ്? ആൾക്കാർ, അതായത് ജനപദങ്ങളോ അല്ലെങ്കിൽ കമ്മിറ്റിക്കാരോ ഊരാൺമക്കാരോ ആരാണെന്ന് വെച്ചാൽ കാര്യങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദേവൻ്റെ അനുജ്ഞ വേണ്ടതാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് പോലും തന്ത്രിയാണ്. ചില കാര്യങ്ങൾക്ക് ദേവൻ്റെ പ്രത്യേകമായ അനുജ്ഞ വേണ്ട. എന്നാൽ തൊട്ടുപണിക്ക്, ശ്രീകോവിലിൻ്റെ തൊട്ടുപണിക്ക് ആണെന്നുണ്ടെങ്കിൽ അതിന് വേണം. അവിടെ വിഗ്രഹം മാറുന്ന ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ക്രിയ മുതൽക്ക് അവിടെ ശ്രീകോവിൽ തൊട്ടുപണി വരെ ഉള്ള കാര്യങ്ങൾക്ക് അനുജ്ഞ വേണം. അതിൻ്റെ ഗുരു ലഘുത്വം അനുസരിച്ചാണ് അതിൻ്റെ കർമ്മങ്ങൾ നിശ്ചയിക്കുക. അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് തന്ത്രിയുടെ ചുമതല.
ആ കർമ്മങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ അവസാനം പൂജാവസാനത്തിങ്കൽ പുറത്തു വന്നു നിന്ന് എന്താണ് ആവശ്യം എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന കമ്മിറ്റിക്കാരോ മറ്റ് ഊരാണ്ണക്കാരോ ഒക്കെ കാര്യങ്ങൾ പറയുന്നു. ഇന്ന കാര്യപ്പണികൾ നടത്താനുണ്ട് എന്ന് പറയുന്നു. ശരി, അതിന് ദേവൻ്റെ അനുജ്ഞ വേണം എന്ന് പറയുമ്പോൾ ഈ തന്ത്രി വീണ്ടും അകത്ത് പോയി ആ പൂജാവസാന സമയത്താണ് ഇറങ്ങി വന്നിട്ടാണ് ഇത് ചെയ്യുക. അകത്ത് കയറി ചെന്നിട്ട് ഒരു പൂർണ്ണ പുഷ്പാഞ്ജലി ചെയ്ത് ദേവനോട് മനസ്സാ ആ അനുവാദം ചോദിച്ച് വീണ്ടും ഒന്നുകൂടെ പൂർണ്ണ പുഷ്പാഞ്ജലി ചെയ്ത് അവസാനിയാർഘ്യാദികൾ കൊടുത്ത് പുറത്തു വന്ന് നമസ്കരിക്കുന്നതോടുകൂടി ഈ അനുജ്ഞ, ദേവൻ്റെ അനുജ്ഞ സിദ്ധിച്ചു എന്നാണ്. ഞങ്ങളൊക്കെ ഇത്രയും കാലം അനുവർത്തിച്ച് വന്ന കാര്യം ഇതാണ്. അല്ലാതെ ഇതുപോലെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ അഥവാ ഈ പറയുന്ന ഡോക്യുമെൻ്റൽ കാര്യങ്ങൾ ഒന്നും വേണമെന്ന് വിചാരിച്ചിരുന്നില്ല, ഇതുവരെ ചെയ്തിട്ടുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, തന്ത്രി എന്ന് പറയുന്ന ആ സ്ഥാനത്തിന് അതിന് വീണ്ടും റീഡിഫൈൻ ചെയ്യേണ്ടിയിരിക്കുന്നു. ഇവിടെ പറഞ്ഞു കേട്ടു തന്ത്രിക്ക് ശമ്പളമുണ്ട്. തന്ത്രിക്ക് ശമ്പളമുള്ള എനിക്കിതേ ഒരു ശമ്പളവും ഒരു ദേവസ്വം ക്ഷേത്രത്തിൽ നിന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് അതാത് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം വരുന്നൊരു വ്യക്തിയാണ് തന്ത്രി. ഇതൊക്കെ വെച്ചുകൊണ്ട് എന്താണ് തന്ത്രിയുടെ സ്റ്റാറ്റസ്, എന്താണ്, എന്ത് ചെയ്യാം, എന്ത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും റീഡിഫൈൻ ചെയ്യുകയും ഭക്തജനങ്ങൾ അത് മനസ്സിലാക്കുകയും ആ ഒരു അവസ്ഥ അത് അപ്കീപ്പ് ചെയ്യാനുള്ള ചുമതലയും തന്ത്രി എന്ന് പറയുന്ന നിലവാരത്തിൽ നിൽക്കേണ്ടവനായിട്ടുള്ള വിപ്രക്ലീന കൃത സംസ്കൃയോഗ സ്വധീര വേദാഗമ തത്വവേത്ത അങ്ങനെ തുടങ്ങിയിട്ട് നിയമങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പരിപാലിക്കേണ്ടതാണ്. അത് ഉൾപ്പെടെ ഈ പറയുന്ന ക്ഷേത്രങ്ങൾ പരിപാലിച്ച് പോരുന്നതിൽ കൂടെ മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹിന്ദുത്വം നിലനിൽക്കുന്നത് ഇപ്പോൾ ക്ഷേത്രവിശ്വാസി എന്നുള്ളതിലേക്ക് മാത്രമാണ്, അല്ലാതെ മറ്റൊരു കാര്യങ്ങളും സാധാരണ ഹിന്ദുവിൽ നടക്കുന്നില്ല. അപ്പോൾ ഇത് ക്ഷേത്രം പൊളിഞ്ഞാൽ, ക്ഷേത്രത്തിൽ തകരാറ് വന്നാൽ, വിശ്വാസം നശിപ്പിച്ചാൽ ഹിന്ദുത്വം നശിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി തന്നെ ആകണം പലപ്പോഴും വിധ്വംസക ശക്തികളൊക്കെ ഇതുപോലെയൊക്കെ ഓരോന്ന് പ്രവർത്തിക്കുന്നത് എന്ന് എനിക്ക് ആശങ്കയുണ്ട്. ഞാൻ തൽക്കാലം ഇത്രേ പറയുന്നുള്ളൂ. നമസ്കാരം. സ്വാമി ശരണം. നമ്മളെല്ലാവരും ഇവിടെ സാക്ഷികളാകാനായിട്ട് ഇരിക്കുന്നത് വളരെ പുണ്യമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിനാണ്. ഏതാനും നിമിഷങ്ങൾക്കകം മകരസംക്രമ സന്ധ്യയിൽ അയ്യപ്പൻ്റെ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണങ്ങൾ ഇവിടെ ആഘോഷപൂർവ്വം പന്തളത്ത് വലിയകോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുകയാണ്. അപ്പോൾ ഇത് ഭക്തി നിർഭരമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ്. ഭക്തിയല്ലാതെ അയ്യപ്പ ധർമ്മമല്ലാതെ മറ്റൊന്നും മനസ്സിലുണ്ടാകാൻ പാടില്ലാത്ത ഒരു സമയമാണ്. അയ്യപ്പധർമ്മം എന്ന് പറയുമ്പോൾ തന്നെ ആത്മനിയന്ത്രണവും ആത്മീയ ഔന്നത്യവുമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായിട്ടുള്ള രണ്ടംശങ്ങൾ. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടുന്ന, അതിനെ ഊന്നി മാത്രം നമ്മുടെ മനസ്സിൽ ചിന്തകൾ ഉണ്ടാകേണ്ടുന്ന ഒരു സന്ദർഭത്തിൽ എന്തുകൊണ്ടോ കഴിഞ്ഞ കുറേ കാലമായിട്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട്, അയ്യപ്പധർമ്മവുമായി ബന്ധപ്പെട്ട് ആത്മനിയന്ത്രണത്തിനോ ആത്മീയ ഔന്നത്യത്തിനോ നമ്മുടെ ചർച്ചകൾ പോകുന്നില്ല. പകരം അതെല്ലാം തന്നെ കുറേയധികം പ്രക്ഷുബ്ധമായിട്ടുള്ള സാഹചര്യങ്ങളെക്കുറിച്ച്, സന്ദർഭങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഇപ്പോഴും സ്ഥിതി വ്യത്യസ്തമല്ല. വളരെ കലുഷിതമായിട്ടുള്ള ഒരു സാഹചര്യം, മനുഷ്യരുടെ മനസ്സിൽ, ഭക്തരുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ആശങ്കയുണ്ടാകുന്ന കുറേയധികം നിമിഷങ്ങളാണ് ഇപ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സനാതനധർമ്മത്തിൻ്റെ എല്ലാവിധ മൂല്യങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു ധർമ്മമാണ് സത്യത്തിൽ അയ്യപ്പധർമ്മം. അതിൽ ഹൈന്ദവമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ബൗദ്ധികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ബൗദ്ധമായ കാര്യങ്ങളുണ്ട്, ജൈനമത വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഏത് സമയത്താണ് ഇതിലേക്കൊക്കെ തന്നെ ഉൾച്ചേർന്നിരിക്കുന്നത് എന്നതിനെക്കുറിച്ചിട്ടൊക്കെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്, ഡിബേറ്റബിൾ ആയിട്ടുള്ള പോയിന്റുകളുണ്ട്. പക്ഷെ മറ്റൊരു ക്ഷേത്രത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത, മറ്റൊരു ധർമ്മ സിദ്ധാന്തത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത തരത്തിലുള്ള മൂല്യങ്ങൾ വളരെ കാര്യമായിട്ട് ഇഴുകിച്ചേർന്നിരിക്കുന്ന ഒരു ധർമ്മമാണ് സത്യത്തിൽ അയ്യപ്പധർമ്മം. മറ്റൊരു ക്ഷേത്രത്തിൽ നമ്മൾ പോകുന്ന സമയത്ത് 41 ദിവസത്തെ വ്രതാനുഷ്ഠാനം